ഹായ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് മൊഡ്യൂൾ 52 ആണ്. യൂസ്ഡ് ടു ഹാവ് എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ്. യൂസ്ഡ് ടു ഹാവിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് മുൻപ് എനിക്ക് ഉണ്ടായിരുന്നു. നമുക്ക് ഹാഡ് എന്ന് പറയില്ലേ, ഹാഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് അല്ലെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസേജ് ആണ്, അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആണ് യൂസ്ഡ് ടു ഹാവ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിളുകൾ നോക്കാം. ഐ യൂസ് ടു ഹാവ് എ പെറ്റ്. എനിക്കൊരു പെറ്റ് ഉണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു ഹാവ് എ പെറ്റ്. എനിക്കൊരു പെറ്റ് ഉണ്ടായിരുന്നു. ഹി യൂസ്ഡ് ടു ഹാവ് എ കാർ. അദ്ദേഹത്തിന് ഒരു കാറ് ഉണ്ടായിരുന്നു. ഹി യൂസ്ഡ് ടു ഹാവ് എ കാർ. സിമ്പിൾ ആയിട്ടുള്ള യൂസേജ് ആണ്. നമ്മൾ ഒരുപാട് ഗ്രാമറോ അല്ലെങ്കിൽ ഒരുപാട് ഗ്രാമറിൻ്റെ റൂളുകളോ ഒന്നും തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള യൂസേജ് നമുക്ക് പഠിക്കാവുന്നതാണ്. ഷീ യൂസ് ടു ഹാവ് എ ബാഗ്. അവൾക്കൊരു ബാഗ് ഉണ്ടായിരുന്നു. ഷീ യൂസ്ഡ് ടു ഹാവ് എ ബാഗ്. ഐ യൂസ് ടു ഹാവ് എ ലാപ്ടോപ്പ്. എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു ഹാവ് എ ലാപ്ടോപ്പ്. ഹി യൂസ്ഡ് ടു ഹാവ് എ ബൈസിക്കിൾ. അവന് ഒരു ബൈസിക്കിൾ ഉണ്ടായിരുന്നു. ഹി യൂസ്ഡ് ടു ഹാവ് എ ബൈസിക്കിൾ. യൂസ്ഡ് ടു ഹാവ് എ ബുക്ക്. അവന് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഹി യൂസ്ഡ് ടു ഹാവ് എ ബുക്ക്. അവന് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഹി യൂസ്ഡ് ടു ഹാവ് എ ബുക്ക്. ഷീ യൂസ്ഡ് ടു ഹാവ് എ പെൻ. അവൾക്കൊരു പെൻ ഉണ്ടായിരുന്നു. ഷീ യൂസ്ഡ് ടു ഹാവ് എ പെൻ. അവൾക്ക് ഒരു പെൻ ഉണ്ടായിരുന്നു. സിംപ്ലി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം. ഷീ ഹാഡ് എ പെൻ എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്.